ഏകദേശം 1200 കിലോമീറ്റർ ഓടി ഒക്ലഹോമ സിറ്റിയിലെത്തിയപ്പോഴാണ് അവിടെ അടിപൊളി കുറേ കാഴ്ചകൾ കണ്ടത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങളുടെ തൊട്ടടുത്തായിരുന്നു നമുക്ക് ഡെലിവറി കിട്ടിയത്. കാറ്റാടിപ്പാടങ്ങളുടെ ഈ ലീഫിൻ്റെ വലിപ്പം ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, തൊട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയതായിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം കണ്ടോ. നമ്മുടെ ട്രക്ക് 73 അടിയാണ് നമ്മുടെ ട്രക്കിൻ്റെ നീളം. ആ സൈഡിൽ കിടക്കുന്ന ചെറിയ ട്രക്ക് നമ്മുടെയാണ് കേട്ടോ. ചെറിയ ട്രക്കല്ല, നല്ല വലിപ്പമുള്ള ട്രക്കാണ്. നമ്മുടെ ട്രക്കിൻ്റെ ഏകദേശം രണ്ടര ട്രക്കിൻ്റെ വലിപ്പമുണ്ട് ഈ ഒരു ട്രക്കിൻ്റെ വലിപ്പം. ആ ഒരു ലീഫിൻ്റെ നീളം അത്രയ്ക്ക് നീളമുണ്ട് നമ്മുടെ ഇതിൻ്റെ ലീഫ്. നമ്മൾ ദൂരെ നിന്ന് വീഡിയോസിലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അത് അടുത്ത് നിന്ന് കാണുമ്പോൾ ഭയങ്കര വലുപ്പമാണ് കേട്ടോ. അത് കാണാൻ തന്നെ എന്താ രസം അറിയുമോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ഇതിൻ്റെ ആ ട്രക്ക് കാണുമ്പോൾ തന്നെ കെൻവർത്തിൻ്റെ W900 എന്ന് പറഞ്ഞ ഒരു മോഡൽ ട്രക്കാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഡ്രൈവറെയൊക്കെ പരിചയപ്പെട്ടു. അത്യാവശ്യം നല്ലൊരു ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയാണ് വീഡിയോസ് എടുത്തത് കേട്ടോ. പൊളി ഡ്രൈവറാണ്. ഇവരൊക്കെ വെച്ചാൽ വർഷങ്ങളോളം ഓടിച്ചോടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ട്രക്ക് ഓടിച്ചോടിച്ച് എക്സ്പീരിയൻസ് ഉള്ള 10-20 കൊല്ലം ഓടിച്ച് ശേഷമാണ് ഇവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇവരുടെ ട്രക്കിനകത്തിൽ ഇത് മാത്രമായിരിക്കും ഇവർ ഡെലിവറി ചെയ്യുന്നത്. അതിനുവേണ്ടി കസ്റ്റം ചെയ്തിട്ടുള്ള വണ്ടിയായിരിക്കും. സോ കെൻവർത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ് കേട്ടോ. കെൻവർത്ത്, പീറ്റർബിൽറ്റ്, പിന്നെ ഇതൊക്കെയാണ് വെസ്റ്റേൺ സ്റ്റാർ, ഇതൊക്കെയാണ് ഇവിടുത്തെ അമേരിക്കൻ ട്രക്കുകൾ, ഇൻ്റർനാഷണൽ. പിന്നെ വോൾവോ ഉണ്ട്, അതേപോലെ ഫ്രൈലൈനറുണ്ട്. ഫ്രൈലൈനറും ഇവിടെ അമേരിക്കൻ ബ്രാൻഡാണ്. സോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നമ്മൾ ഈ അമേരിക്കയിലെ ഈ കാറ്റാടിപ്പാടങ്ങൾ വഴി എനർജി ഉപയോഗിക്കുന്ന ഒരു സംഭവം വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയതാണ് കേട്ടോ. പ്രധാനമായിട്ട് ഒക്ലഹോമ, പിന്നെ ഇതുപോലെ മൊണ്ടാന, അയോവ, ഇവിടെയൊക്കെ പോയാൽ നമുക്ക് ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ കാണാം. ഏകദേശം 300ഓളം കാറ്റാടിപ്പാടങ്ങളാണ് ഒക്ലഹോമ സിറ്റിയിൽ മാത്രമുള്ളത് കേട്ടോ. കാരണം ഇവിടെ നല്ല കാറ്റാണ്. ചില സമയങ്ങളിൽ 40, 45, 50 മൈൽ സ്പീഡിൽ കാറ്റടിക്കും. അന്നപ്പം വണ്ടി ആ സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് വണ്ടി ഇങ്ങനെയുള്ള കാറ്റടിപ്പാടങ്ങളുള്ള സ്ഥലങ്ങളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വണ്ടി കാറ്റ് പിടിക്കും. ട്രക്ക് എം ഡി ആയിട്ട് കൊണ്ടുപോയാൽ നല്ല കാറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും. വണ്ടി ഒരു സൈഡിലേക്ക് പിടുത്തം വരും. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. കാറ്റടിപ്പാടങ്ങൾ എവിടെ കണ്ടാലും നമ്മുടെ ട്രക്കിന് കാറ്റത്ത് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നുള്ള ഒറ്റ ഒരു വഴിയാണ്. ശക്തമായിട്ടുള്ള കാറ്റ് ഉള്ള സ്ഥലത്ത് വണ്ടി ഏകദേശം ഒരു 40-45 45 മൈൽ സ്പീഡിൽ പോയാൽ മതി. അതിന് മേലോട്ട് കയറ്റരുത് കേട്ടോ. ചിലപ്പോൾ 50 മേലിൽ പോയാലും വണ്ടി ഇങ്ങനെ പാളും കിടക്കും. സോ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും, അത് മനസ്സിലാക്കുക കേട്ടോ. എപ്പം കാറ്റുള്ള സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചാലും നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുക. നമുക്ക് മനസ്സിലാവും, നമ്മുടെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വണ്ടി പാളുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പം വണ്ടി സ്ലോ ചെയ്യുക. ഓരോ കാറ്റിന് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് വണ്ടി സ്ലോ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. സോ അതുപോലെ ടാൻഡംസ് ഏറ്റവും ബാക്കിലിട്ട് ഓടിക്കുക. ടാൻഡംസ് ഒരു മിഡിലിട്ട് ഓടിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഗുഡ് ബൈ.